my side. Holy Spirit, my helper. Everybody, my helper. And forever, the one who is always by my side. Take control of my life. One who is always by my side. One who is always by my side. The mysteries of God is always by my side. Mysteries of God, He makes known to me. The truth now I'm able to see. Everybody, Wisdom and counsel He gives to me, fills me with power from above. Mysteries of God He makes known to me. The truth now I'm able to see. Wisdom and counsel He gives to me, fills me with power from above. Holy Spirit is my helper, now and forever. One who is always by my side. Holy Spirit is my helper, one who is always by my side. my helper. Who is always by my side. My helper. He strengthens me when I'm weak and worn. He takes me away from the size of this world. He teaches me to love and forgive. Shows me how to pray and fills me with the word. Mysteries of God He makes known to me. The truth now I'm able to see. The wisdom and counsel He makes known to me, fills me with power from above. Praise the Lord. Hallelujah. ഇന്ന് ശക്തിവരദാനങ്ങളുടെ അഭിഷേകത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അത്ഭുത വരദാനങ്ങൾ അല്ലെങ്കിൽ അത്ഭുത സിദ്ധികൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന വരം, രോഗശാന്തി വരം, വിശ്വാസം എന്ന വരം. വിശ്വസിക്കുമ്പോൾ അവിടെ കാര്യം നടക്കുന്നു. ഈശോ കാനാൻകാരിയോട് പറഞ്ഞു, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുതാണ്, നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് സംഭവിക്കും. പ്രൈസ് ദ ലോർഡ്. നമുക്കിങ്ങനെ പ്രാർത്ഥിക്കാം. ആത്മാവേ, പരിശുദ്ധാത്മാവേ എന്നുള്ള ഗാനം ആലപിക്കുമ്പോൾ ഓരോ വരികളും അതിൻ്റെ പൂർണ്ണമായ അർത്ഥം ഗ്രഹിച്ചുകൊണ്ട് ദൈവരാജ്യം നമ്മിൽ തന്നെ എന്ന് മനസ്സിലാക്കുക. ദൈവരാജ്യം, ത്രിത്വൈക ദൈവം നമ്മിൽ വസിക്കുന്നു. നമ്മെ ജീവിപ്പിക്കുന്ന കർത്താവ് ഈശോ മിശിഹായുടെ കൃപാവരം, അവിടുത്തെ കാരുണ്യത്താൽ നാം എല്ലാവരിലും ഉച്ചത്തിൽ പറഞ്ഞ് നാം എല്ലാവരിലും സമ്പൂർണമായിട്ടുണ്ടോ? നാം എല്ലാവരിലും ഈശോ മിശിഹ സമ്പൂർണമായി ഉണ്ടോ? അതെ കുറച്ചുള്ളോ? സമ്പൂർണമായി ഉണ്ടോ? പകുതി പേർക്ക് സംശയം. ഇതാണ് വിശ്വാസത്തിൽ ഉയരേണ്ട ആവശ്യകത. നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ഉയരണം. ഈശോ മിശിഹ നിങ്ങളിലുണ്ടോ? പോരാ, നിങ്ങളിലുണ്ടോ? എന്തൊരു ചളങ്ങിയ ഉത്തരം ഇത്. അപ്പം ഇതാണ് സ്വർഗത്തിൽ നോക്കിയിട്ട് അവർ ചിരിക്കണത്. സങ്കീർത്തനത്തിൽ പറയുന്നുണ്ട് സ്വർഗം ചിരിക്കണമെന്ന്. കർത്താവ് ഈശോ മിശിഹ നമ്മളിൽ പൂർണ്ണമായി വസിച്ചിട്ടും നമുക്ക് വലിയ, അല്ലെങ്കിൽ നമുക്കിപ്പോഴും സംശയമാണ്, ഈ പാപിയും ബലഹീനനുമായ എൻ്റെ ഉള്ളിൽ കർത്താവ് ഈശോ മിശിഹ വസിക്കൂ. അപ്പം ഇതെല്ലാം വിശ്വാസത്തിൻ്റെ മേഖലയിൽ നമുക്കുണ്ടാകേണ്ട ഉൾക്കാഴ്ചകളിൽ ഉണ്ടാകേണ്ട ഉയർച്ചയാണ്. അപ്പം അതിനുവേണ്ടി പരിശുദ്ധാത്മാവ് തന്നെ സഹായിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ഏറ്റവും വലിയ ഒരു ദാനമാണ് വിശ്വാസം. ഏറ്റവും വലിയ മറ്റൊരു ദാനമാണ് ജ്ഞാനം. നിങ്ങൾ ജ്ഞാനത്തിന് വേണ്ടിയെല്ലാം പ്രാർത്ഥിച്ച് കാണുമെന്ന് വിശ്വസിക്കുന്നു. വെളുപ്പിന് 4 മണിക്കൊക്കെ എണീക്കണം.
4 മണിക്കൊക്കെ നിങ്ങൾ ചിലപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ചെയ്യണവർക്ക് പിന്നെ എളുപ്പമായിരിക്കും 4 മണിക്ക്. അപ്പോൾ വെളുപ്പിനെ പ്രഭാതത്തിൽ ഉണർന്ന് അവളെ തേടുന്നവർക്ക് പ്രയാസം കൂടാതെ അവളെ കണ്ടുമുട്ടാം. ആരാണ് അവൾ? ജ്ഞാനം. നമ്മുടെ വിശ്വാസം ദൈവജ്ഞാനത്തിൽ വളരുമ്പോഴാണ് അതിനൊരു കരുത്തുണ്ടാകും. അതിൻ്റെ ഉള്ളടക്കം, വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ചില നാളികേരം നല്ല വലിപ്പമുണ്ടാവും. പക്ഷേ ആ നാളികേരം സോർട്ട് ചെയ്യുന്ന ആളത് വലിച്ചെറിഞ്ഞ് കളയുന്ന കാണാം. എന്തുകൊണ്ടത്? അതിനെന്തെന്നാ പറയണേ? പേട്ട തേങ്ങ എന്ന് പറയും. പേട്ട് കണ്ടാൽ നമ്മളൊക്കെ അതേമാതിരി വലിപ്പമുള്ള ആൾക്കാരാണ്, സത്യക്രിസ്ത്യാനികൾ, പാരമ്പര്യ ക്രിസ്ത്യാനികൾ. പക്ഷേ നിങ്ങളുടെ ഉള്ളിൽ എത്രത്തോളം കഴമ്പുണ്ട്? നമ്മുടെ ഉള്ളിൽ കഴമ്പ് എത്തോറുണ്ട്. ഈ നാളികേരത്തിന് കഴമ്പില്ലെങ്കിൽ നാളികേരം എന്തു പറയുവനെ? പേട് എന്ന് പറയും. പ്രയാസമായോ? അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഏതായാലും പേടല്ല, പക്ഷേ കഴമ്പ് എത്രത്തോളം ഉണ്ട് എന്നതനുസരിച്ചാണ് നമ്മുടെ അനുഭവവും പ്രവർത്തനവുമെല്ലാം. ഉള്ളടക്കം, ദ കണ്ടന്റ് ഓഫ് ഫെയ്ത്ത് എന്ന് പറയും. വിശ്വാസം നമുക്കെല്ലാം ഉണ്ട്, എന്നാൽ ആ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കത്തെക്കുറിച്ചുള്ള ബോധ്യം നമ്മളിൽ വളരണം. നമുക്ക് ഇന്ന് അതിനു വേണ്ടി പ്രാർത്ഥിക്കണം. ഈ അത്ഭുതങ്ങളും രോഗശാന്തികളെല്ലാം നടക്കുന്നത് വിശ്വാസത്തിൻ്റെ ഒരു പ്രവർത്തനമാണ്. ആ വിശ്വാസത്തിൻ്റെ പ്രവർത്തനത്തിന് വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം മുഴുവനുമായി മനസ്സിലാക്കണം. അതിപ്പോൾ നമുക്ക് ഈ ഒരു ദിവസം കൊണ്ട് മുഴുവനൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. എങ്കിലും നമുക്ക് ചില ആശയപരമായ ബോധ്യം കിട്ടും. ഓഹോ, അങ്ങനെയാണല്ലേ, അങ്ങനെയെങ്കിൽ ഇതൊന്ന് പഠിക്കണം. അതിനുശേഷം കുറേ നാളിരുന്ന് പഠിക്കുമ്പോൾ അത് വളരും. അപ്പം ആ ദാഹത്തോടു കൂടി പരിശുദ്ധാത്മാവിനോട് ഡയറക്റ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. ഓ പരിശുദ്ധാത്മാവേ, എല്ലാവരും പരിശുദ്ധാത്മാവേ, എൻ്റെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, എൻ്റെ വിശ്വാസത്തിൻ്റെ ഉള്ളടക്കം എനിക്ക് മനസ്സിലാക്കി തരണമേ, എൻ്റെ വിശ്വാസത്തിൻ്റെ വീര്യം കൂട്ടണമേ, അത്ഭുത സിദ്ധികൾ എന്നിൽ തുറക്കണമേ, വരദാനങ്ങൾ എന്നിൽ തുറക്കണമേ, രോഗശാന്തി വരങ്ങൾ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിക്കുന്ന വരങ്ങൾ, വിശ്വാസവരം എന്നിൽ തുറക്കണമേ, എന്നിൽ കത്തി പടരണമേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നിൽ നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ആത്മാവേ, എന്നിൽ കത്തി പടരണമേ, എന്നിൽ കത്തി പടരണമേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ, ആത്മാവേ, പരിശുദ്ധാത്മാവേ, എല്ലാവരും ആത്മാവേ, പരിശുദ്ധാത്മാവേ, എൻ ഹൃദയത്തിൽ വാഴും ആത്മാവേ, നിറയണമേ, എന്നിൽ നിറയണമേ, ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ,
ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയായി എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ, ആത്മാവേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസം വർദ്ധിപ്പിക്കണമേ, വിശ്വാസത്തിന്റെ രഹസ്യങ്ങൾ ഞങ്ങളിൽ തുറക്കണമേ. ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ, ദൈവാത്മാവെന്നിൽ നിറഞ്ഞപ്പോൾ, ദൈവസ്നേഹം എന്നിൽ ചൊരിഞ്ഞപ്പോൾ, ദൈവാത്മാവെന്നെ ആത്മാവിൽ ലയിച്ചു, പിതാവെന്നു ഞാൻ വിളിച്ചു. എല്ലാവരും ദൈവാത്മാവെന്നെ
ആത്മാവിലയിച്ചു. ആബാപിതാവെന്നു ഞാൻ വിളിച്ചു. ഒന്നുകൂടി എല്ലാവരും ആത്മാവെന്നെ ആത്മാവിലയിച്ചു. ആബാപിതാവെന്നു ഞാൻ വിളിച്ചു. ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ ദൈവാത്മാവ് നമ്മുടെ ആത്മാവിൽ ലയിച്ചിരിക്കുന്നു, പൂർണ്ണമായി ലയിച്ചിരിക്കുന്നു. നിറയണമേ, എന്നിൽ നിറയണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. ജീവജലത്തിൻ അരുവിയായി നിറഞ്ഞു കവിഞ്ഞൊഴുകണമേ. സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. സ്നേഹാഗ്നിജ്വാലയാൽ എന്നിൽ കത്തിപ്പടരണമേ. ആത്മാവേ പരിശുദ്ധാത്മാവേ ആത്മാവേ പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവ് എല്ലാവരിലും കത്തിപ്പടരട്ടെ. പുതിയ വരദാനങ്ങൾ തുറക്കട്ടെ, വരദാനങ്ങൾ തുറക്കട്ടെ, ശക്തിവരങ്ങൾ തുറക്കട്ടെ, ശക്തിവരങ്ങൾ തുറക്കട്ടെ. വിശ്വാസവരം അഭിഷേകമാക്കണമേ. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ, ഞങ്ങളുടെ വിശ്വാസം ജ്ഞാനത്തിൽ ഉറപ്പിക്കണമേ. രോഗശാന്തി വരം തുറക്കണമേ, രോഗശാന്തി വരം തുറക്കണമേ. അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകുന്ന വരം തുറക്കണമേ. അത്ഭുതങ്ങളും ഗിഫ്റ്റ് ഓഫ് മിറക്കിൾ ലഭ്യ. ഓ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണമേ. ഞങ്ങൾക്കറിയില്ല എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന്, ഞങ്ങൾക്കറിയില്ല. പരിശുദ്ധാത്മാവേ അങ്ങ് പ്രാർത്ഥിക്കണമേ. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കണമേ. ദൈവാത്മാവിന്റെ ആത്മാവിലയിച്ചു. പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. തുറക്കട്ടെ, തുറക്കട്ടെ, വരദാനങ്ങൾ തുറക്കട്ടെ, അഭിഷേകമാകട്ടെ. ലംബടാ 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 പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കുന്നു. ഓ പരിശുദ്ധാത്മാവേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ദൈവാത്മാവിന്റെ ആത്മാവിലയിച്ചു. ആബാപിതാവെന്നു ഞാൻ വിളിച്ചു. എല്ലാവരും ദൈവാത്മാവിന്റെ ആത്മാവിലയിച്ചു. ആബാപിതാവെന്നു ഞാൻ വിളിച്ചു. ദൈവാത്മാവിന്റെ ആത്മാവിലയിച്ചു. ആബാപിതാവെന്നു ഞാൻ വിളിച്ചു. കണ്ണുകൾ അടച്ച് രണ്ട് കരങ്ങൾ ഹൃദയത്തിൽ ചേർത്ത് വെച്ച് നമ്മുടെ കൂടെ ബലവാനാ ആരാധിച്ചു രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ
ഭയത്തോടെ വിശ്വാസത്തോടെ ആരാണ് നമ്മുടെ കൂടെ ഉള്ളതെന്ന് ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് വീണ്ടും നമ്മുടെ കൂടെ ബലവാനാ കർത്താവെന്നേക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. ഒരിക്കൽ കൂടി നമ്മുടെ കൂടെ ബലവാനാ വിശ്വസിക്കുന്ന കർത്താവേ രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ തുണയെന്നും. Thank you, Lord. നന്ദി ഈശോയേ, നന്ദി ദൈവമേ. നമുക്കിരിക്കാം.